നമ്മുടെ മാമൂലുകളിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം, നിങ്ങൾ ചെയ്യുന്ന ദാനത്തിന് കൂലിയുണ്ട്. നിങ്ങളുടെ മോളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വീട് പണി നടക്കുകയാണ്, ഇതാ നിങ്ങളുടെ വക ഒരു പാത്രം, ഒരു ഡിന്നർ സെറ്റ് അല്ലെ, ഒരു ക്ലോക്ക്, ഒരു സ്പൂൺ, എന്തെങ്കിലും ഒരു ചെറുതോ വലുതോ നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കും. ചിലപ്പോൾ വല്ല കട്ടിലോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ കയറി കൊണ്ടുപോയി കൊടുക്കുക. ആയിക്കോട്ടെ, അവനവന്റെ ആപതും തൗഫീഖൊക്കെ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ, കുഴപ്പമില്ല. പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ, ഇത് നിങ്ങൾ ചെയ്യുന്നത് മാമൂലിനാണ് ചെയ്യണതെങ്കിൽ പൈസ പോയി. ആ ഇലക്ട്രോണിക്സ് കടക്കാർക്ക് പൈസ ഇട്ട് നിങ്ങളെ പൈസ പോയി. നിങ്ങളത് തിരിച്ചു കിട്ടണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്തതെങ്കിലും പോയി. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അല്ലാഹുവേ, ഒരാൾക്കൊരു വീടുണ്ടായതല്ലേ, എന്തെങ്കിലും വലിയ ചെലവുള്ള സമയമല്ലേ, അപ്പോ എന്നെ കൊണ്ടൊരു ചെറിയ സഹായം ഞാൻ ചെയ്യട്ടെ. എന്താ അവിടെ കുറവുള്ളത്? ഓരോ സാധനങ്ങൾ ചോദിക്കുന്നു, അത് ഞാൻ വാങ്ങിച്ചു തരാം. അൽഹംദുലില്ലാ. നിങ്ങൾക്ക് അങ്ങനെ ഒരു സന്മനസ് തോന്നിയില്ലേ? അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യും. നിങ്ങളത് ചെയ്യുമ്പോ നാളെ എന്റെ മകന്റെ വീട് പണി നടക്കുമ്പോ, പടച്ചോനെ ഇതിന്റെ ഇരട്ടി അങ്ങോട്ട് തരണം എന്ന് നിയ്യത്തോട് കൊടുത്താൽ തീർന്നു. അതൊന്നും ചെയ്യണ്ട, പറ്റൂലേ, ചെയ്യാതിരുന്ന പോരെ. നമ്മൾ എന്തിനാണ് ഈ മാമൂലുകൾക്ക് വേണ്ടി നമ്മുടെ അമലു സ്വാലിഹാത്ത് നഷ്ടപ്പെടുന്നത്? ചെറിയ കുഞ്ഞ് ജനിച്ചു, ഒരു കുഞ്ഞിന് ചെറിയൊരു അല്പം സ്വർണം, 2 ഗ്രാം 3 ഗ്രാം അല്ലെങ്കിൽ ഒരു പവന് എത്രയോ ആവട്ടെ, വാങ്ങിച്ചു കൊടുക്കുമ്പോ തന്നെ നിയ്യത്ത് വേണ്ട, എഴുതിച്ചട്ടോ കൊടുത്തണം. നമ്മള് എന്തിന്? അടുത്ത പ്രാവശ്യം നമ്മ കുട്ടി ഉണ്ടാവുമ്പോ തരുന്നുണ്ടോ അല്ലേ നോക്കാനാ. ഇല്ലേ, ആ കുടുംബം തന്നെ തെറ്റും. എന്ത്? ഞാൻ കൊടുത്തിട്ട് എന്റെ കുട്ടിക്ക് തന്നില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കൊടുത്തത് എന്തിനാണ്? അള്ളാഹ്ക്ക് വേണ്ടിയല്ല കൊടുത്തത്. അള്ളാഹ്ക്ക് വേണ്ടിയാണോ കൊടുത്തത്? അത് ബാക്കിയുണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ കന്നുകാലികൾ, മൃഗങ്ങളെ നിങ്ങൾ വളർത്തി വലുതാക്കുന്ന പോലെ അള്ളാഹു നിങ്ങളുടെ ദാനധർമ്മം ജബലോളം, പർവ്വതത്തോളം അള്ളാഹു വളർത്തിത്തരുമെന്ന് ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? ത്വയ്യിബ്, നല്ലത്, നല്ല ത്വയ്യിബുൻ നഫ്സോടുകൂടെ, നല്ല മനസ്സോടുകൂടെ നിങ്ങൾ നൽകുന്നതിനാണ് ഈ പറഞ്ഞ കൂലിയൊക്കെ കിട്ടുള്ളൂ. അല്ലാതെ ഒരുപാട് മാമൂലുകൾക്ക് നമ്മൾ പൈസ ചെലവാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ, അല്ലെ? ഒരുപാട് മാമൂലുകൾ. കുട്ടികൾക്ക് അഖീഖത്ത് അറക്കൽ സുന്നത്താ. അപ്പൊ എത്ര? 4 പോത്ത്, 5 പോത്ത്. എന്തിനാ സംഭവം എന്നറിയോ? ഇതൊക്കെ പറഞ്ഞെടുക്കാൻ. ഇത്ര കിലോ ഇറച്ചി നമ്മൾ കൊടുത്തത്, തീർന്നു. ചില ഉമ്മാർക്കും വാപ്പാർക്കും അങ്ങനെ വാശി ഉണ്ടാവും. എന്റെ പേരക്കുട്ടിക്ക് ഞാൻ ഇത്ര ഇറച്ചിയാണ് കൊടുത്തത്. എന്തിന്? നിങ്ങൾ അറുക്കുന്ന മൃഗത്തിന്റെ ചോരയോ അതിന്റെ മാംസമൊന്നും അള്ളാഹ്ക്ക് വേണ്ട. ഉദ്ഹയ്യത്തിനെ കുറിച്ച് പറഞ്ഞതാ. നിങ്ങളുടെ കൽബിൽ അള്ളാഹുവിനെ കുറിച്ച് എത്ര ബോധമുണ്ട്, ഇത്രയേ അള്ളാഹു നോക്കുന്നുള്ളൂ. ഇറച്ചിന്റെ കണക്കും കിൻഡലൊന്നും അള്ളാഹ്ക്ക് കേൾക്കേണ്ട കാര്യമില്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഈ പെരുമ കാണിക്കാൻ ചെയ്യുന്ന പണിയൊക്കെ ഒന്ന് നിർത്തിക്കളെ, വെറുതെ കാര്യമില്ല.